എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഈ കോടാലിയിലുള്ള ആ കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിത് പറയാൻ കാരണം ആ വീട്ടിൽ ആ കുട്ടികൾ കിടന്ന അതേ മുറിയിൽ നിന്നും തുടരെ പാമ്പുകൾ കിട്ടുകയാണ്. ഇപ്പോൾ 5ാമത്തെ പാമ്പിനെ കൂടി ആ മുറിയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അതായത് ഫോറസ്റ്റ് സ്ക്വാഡ് അവിടെ വന്ന് തെരച്ചിൽ നടത്തി ഈ ബാത്റൂമിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നൊക്കെ പാമ്പിനെ പുറത്ത് ചാടിക്കാനുള്ള സംഗതികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി കൊടകര എത്തുമ്പോഴേക്കാണ് വിളി വരുന്നത്. പാമ്പിനെ കണ്ടിരിക്കുന്നു. അതിനെ ഇപ്പോൾ വീണ്ടും നാട്ടുകാർ തല്ലിക്കൊന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. കാരണം നമുക്കറിയാൻ സാധിക്കും, ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. ഒരു ജീവിതത്തിൽ ഒരു വട്ടം മാത്രമേ വീടൊക്കെ നിർമ്മിക്കുള്ളൂ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിത ഒരു വീട്, ആ വീട്ടിൽ തങ്ങളുടെ പൊന്നോമന പാമ്പ് കടിയായിട്ട് നഷ്ടപ്പെടുന്നു. തുടരെ പാമ്പുകളെ കാണാം. ഇപ്പോൾ 5ാമത്തെ പാമ്പ്. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് കണ്ട ടി വിയിലൊക്കെ വാർത്തകൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നില്ലേ? എത്ര പേരാണ് പാമ്പ് കടിച്ച് മരിക്കുന്നത്? ഇന്ന് തന്നെ കാലത്ത് മൂർക്കം പാമ്പ് കടിച്ചൊരു 8 വയസ്സുകാരൻ മരിക്കുന്നു. അതിനുശേഷം പിന്നെ മറ്റൊരു സ്ത്രീ മരിക്കുന്നു. ഇങ്ങനെ പലയിടങ്ങളിലും പാമ്പുകളുടെ കടിയേൽക്കുകയാണ്. ആളുകൾ ആകെ പാനിക്കായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ കോടാലി ഈ കടമ്പോട് പ്രദേശത്തുണ്ട്. ചില വീടുകളിലും മറ്റും വേറെ പാമ്പിനെ കണ്ടു എന്ന് പറയുന്നു. സർപ്പ എന്ന് പറയുന്ന ഒരു ടീം അവിടെ വന്ന് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണവും അതുപോലെ തെരച്ചിലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതൊക്കെ വിശ്വാസങ്ങളോടാണെന്ന് അറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഒരു വീട്ടിൽ തുടർച്ചയായിട്ട് പാമ്പിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിടന്നുറങ്ങുന്ന ഇടങ്ങളിൽ പാമ്പ് തുടർച്ചയായിട്ട് വരുമ്പോഴുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കൂ. 5ാമത്തെ പാമ്പിനെ കൂടി ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ആ വീട്ടിലേക്ക് കുറച്ച് കഴിയുമ്പോൾ പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.